ഇന്നത്തെ ടോപ്പിക്ക് കോളേഴ്സാണ്. കോളേഴ്സ് എങ്ങനെ ഗാർമെൻറ്റിൽ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു ബോഡി പാർട്ടിൻ്റെ ഫ്ലഷ് ഫിഗർ വരച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി ആദ്യം ബോഡി പാർട്ടിൻ്റെ ബ്ലോക്ക് ഫിഗർ വരയ്ക്കാൻ ഒരു സെൻറ്റർ ലൈൻ കൊടുത്ത് നെക്സ്റ്റ് വരയ്ക്കുന്നതിന് വേണ്ടി വരച്ച സെയിം ബോഡി പാർട്ട് തന്നെയാണ് ഇതിലും വരയ്ക്കുന്നത്. 2.5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു സെൻറ്റർ ലൈൻ കൊടുത്തതിന് ശേഷം 3 ബ്ലോക്ക് 5 ബ്ലോക്ക് പിന്നെ 2 കഴിഞ്ഞിട്ടുള്ള ഒരു 1/4 ഇഞ്ച് ഈ പോയിൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തി സ്ട്രൈറ്റ് ലൈൻസ് കൊടുക്കുക. അതിനുശേഷം നെക്കും ഷോൾഡറെല്ലാം മാർക്ക് ചെയ്ത് ആദ്യം ബ്ലോക്ക് ഫിഗറാക്കി പിന്നെ അതിനെ ഫ്ലഷ് ചെയ്യാണ് വേണ്ടത്. സെയിം നമ്മൾ നെക്കിൻ്റെ സ്റ്റൈൽസ് വരയ്ക്കുന്നതിന് വേണ്ടി വരച്ച ബോഡി പാർട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഫ്ലഷ് ഫിഗർ ആക്കുന്നതിന് വേണ്ടി വരയ്ക്കുന്ന സമയത്ത് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻസൊക്കെ ലൈറ്റായിട്ട് വരയ്ക്കണം. ഫ്ലഷ് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എറേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡാർക്കായിട്ട് വരച്ച് കഴിഞ്ഞാൽ എറേസ് ചെയ്യുന്ന സമയത്ത് ആ ഡാർക്ക്നെസ് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് എറേസ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു പോർഷൻ അവിടെ കാണാൻ വേണ്ടി ഡാർക്കായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എത്രത്തോളം ലൈറ്റായിട്ട് നമുക്ക് സ്ട്രൈറ്റ് ലൈനും പോയിൻറ്റ്സൊക്കെ വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുക. അതിനുശേഷം ഫ്ലഷ് ഫിഗർ നല്ല ഡാർക്കായിട്ട് വരയ്ക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളേഴ്സിന് ഡിഫറെൻറ്റ് നെയിംസും ഉണ്ട്. ഇന്നിവിടെ വരയ്ക്കുന്ന കോളർ നെയിം ജോണി ആണ്. ഇനി കോളർ വരയ്ക്കുന്നതിന് വേണ്ടി ഒരു സെൻറ്റർ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പകുതി വരെ വരച്ചാൽ മതി, ഒരു ഹാഫ് പോർഷൻ വരച്ചാൽ മതിയാവും. അത് രണ്ട് ഭാഗത്തേക്കും ഒരുപോലെ കോളർ വരയ്ക്കുന്നതിന് ഒരേ മെഷർമെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ആ സെൻറ്റർ ലൈൻ വരച്ചു കൊടുത്തത്. അതിനുശേഷം കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആവണമെന്നില്ല, ചെറിയൊരു കേവ് പോലെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം വരയ്ക്കുന്നത് നെക്കിൻ്റെ ഷേപ്പാണ്. കോളർ ആയതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഷേപ്പ് ഒരു വി ഷേപ്പാണ്. അത് ഒരു കേവ്ഡ് വി ഷേപ്പാണ് കൊടുക്കുന്നത്. ആ സെൻറ്റർ ലൈനിൽ നിന്നും ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ആ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കുമ്പോൾ കറക്റ്റ് നീറ്റായിട്ട് തന്നെ ആ ഒരു കേവ്ഡ് വി ഷേപ്പ് വരയ്ക്കുക. താഴെയായി വി ഷേപ്പിൽ നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് വരയ്ക്കുന്നത്. വി ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് പുറമെ ഒന്നും കൂടെ ഒരു ലൈൻസ് കൂടി രണ്ട് ഭാഗത്തും വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് കോളറിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു ഭാഗം രണ്ട് സൈഡിലോട്ടേക്കായിട്ടും വരച്ചു കൊടുക്കുക. അതിനു വേണ്ടി 2 ലൈൻസ് രണ്ട് ഭാഗത്തായിട്ട് വരച്ച് ഷോൾഡറുമായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ ബാക്കിലെ നെക്കിൻ്റെ ആ ഒരു പോർഷനുമായിട്ട് ജോയിൻ ചെയ്യുക. വരയ്ക്കുന്ന സമയത്ത് രണ്ട് ഭാഗവും സെയിം വരാൻ നോക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നെക്കിൻ്റെ ഭാഗത്ത് ആ ഒരു ലൈന് വരച്ചതിന് ശേഷം രണ്ട് ഭാഗത്തേക്കായിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഒരു കേവ്ഡ് വി പോലെ നെക്കിൻ്റെ ഷേപ്പ് സെൻറ്റർ ലൈനിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് വരയ്ക്കുക. അതിനുശേഷം താഴേക്ക് ഒരു വി ഷേപ്പ് കൊടുത്ത് അതിന് പുറത്തുകൂടെ 2 ലൈൻസ് ഓരോ ലൈൻസ് വീതം വരയ്ക്കുക. അതിനുശേഷം ഫ്രണ്ടിലേക്ക് വരുന്ന കോളറിൻ്റെ ഭാഗം വരയ്ക്കുക. അത് ഷോൾഡറിൻ്റെ ലൈനുമായിട്ട് ജോയിൻ ചെയ്ത് ബാക്കിലെ നെക്കുമായിട്ടുള്ള ആ ഒരു ലൈൻസും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ കറക്റ്റ് ആ ഷോൾഡറിൻ്റെ ലൈനിലേക്ക് തന്നെ വരാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിന് ഒരു ഡാർക്കർ ഷെയ്ഡിലുള്ള പെൻസിൽ യൂസ് ചെയ്തിട്ട് 6B അല്ലെങ്കിൽ 8B അങ്ങനെ ഏതെങ്കിലും ഒരു ഡാർക്കർ ഷെയ്ഡിലുള്ള പെൻസിൽ യൂസ് ചെയ്ത് മുഴുവനായും ഔട്ട്ലൈൻ ഒന്നുകൂടെ ഡാർക്കായിട്ട് വരച്ചു കൊടുക്കാം. കോളറിൻ്റെ ഭാഗവും ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം എല്ലാ ഭാഗങ്ങളും നല്ല ഡാർക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. ആ ഫ്രണ്ടിൽ ഓപ്പണിംഗ് വരുന്ന ഭാഗം അതുപോലെ തന്നെ രണ്ട് ലൈൻസ് ആയിട്ടാണുള്ളത്. ആ വി ഷേപ്പ് പോലെ കൊടുത്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ്. സാധാരണയായി കോളർ ഗാർമെൻറ്റ് ചെയ്യുന്നതിനെല്ലാം ഓപ്പണിംഗ് കൊടുത്തിട്ടാണ് ചെയ്യുക. ഓപ്പണിംഗ് ഇല്ലാണ്ട് കോളർ ഗാർമെൻറ്റ് സാധാരണ ചെയ്യാറില്ല. ഇനി ഈ ഗാർമെൻറ്റിൽ പെൻസിൽ ഷെയ്ഡിങ് ചെയ്തു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ബസ്റ്റും ആം ഹോളും ജോയിൻ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് ആ ഗാർമെൻറ്റിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് ലുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. അതുപോലെ സ്ലീവിൻ്റെ സെപ്പറേഷനും മനസ്സിലാവുന്നത്. പെൻസിൽ ഷെയ്ഡിങ് ചെയ്യുന്നത് സെയിം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ആദ്യം തന്നെ ഹാച്ചിങ് ചെയ്യുക. പിന്നെ അതിനുശേഷം പേപ്പർ സ്റ്റംപ്സ് യൂസ് ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് മുന്നേ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്. താഴെ മുകളിലായിട്ട് ഹാച്ചിങ് ചെയ്യുക. ഒന്നുകൂടെ ഡാർക്ക് ആകാൻ വേണ്ടി കുറച്ചും കൂടി ഡാർക്ക് പെൻസിൽ 8B 10B ഏതെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് കൊടുക്കുക. ഇതിൽ നമ്മൾ സ്ലീവിനും കൂടി കുറച്ച് ഭാഗം ഹാച്ചിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷെയ്ഡിങ് സ്ലീവിനും കൂടി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്സ് തന്നെയാണ്. പേപ്പർ സ്റ്റാമ്പ്സ് യൂസ് ചെയ്തിട്ട്
നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഹാച്ചിങ്ങിൻ്റെ ലൈൻസ് ഒന്നും കാണാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഗാർമെൻറ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക്, ഒരു ഒറിജിനൽ ലുക്ക് കിട്ടുന്നുള്ളൂ. ആ ഒരു സെൻറ്റർ പോർഷൻ ബസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റ് ഒന്ന് ഷേപ്പ് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിലോട്ടേക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് ചെയ്യേണ്ട, സെൻറ്റർ പോർഷൻ ലൈറ്റ് ആയിട്ട് ബാക്കി മുകളിലും താഴെയായിട്ട് നല്ല ഡാർക്കായിട്ട് ചെയ്യുക. അതുപോലെ ആ ലൈൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഫൈനലായിട്ട് നമുക്കൊരു ഡാർക്ക് ബ്ലാക്ക് പെന്നെടുത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. കോളറിൻ്റെ പോർഷനും അതുപോലെ ഓപ്പണിങ്ങിൻ്റെ പോർഷൻ എല്ലാ ഭാഗത്തും കറക്റ്റ് ഔട്ട്ലൈൻ എല്ലാം ബ്ലാക്ക് പെന്ന് ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് തന്നെ വരച്ചു കൊടുക്കാം.